പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിന്റെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. രക്ഷാകര രഹസ്യങ്ങൾ അനുസ്മരിക്കുന്ന ഈശോയുടെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങൾ അനുസ്മരിക്കുന്ന ദിവസങ്ങളോട് അടുക്കും തോറും നമ്മുടെ ജീവിതം കൂടുതൽ ഈശോയ്ക്ക് ചേർന്നതും ആത്മപരിശോധന കൂടുതൽ ശക്തമായി നടത്തുന്നതുമാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 9-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈശോ തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും ഒക്കെ 1ാമത്തെ പ്രാവശ്യം ആദ്യത്തെ തവണ പ്രവചിക്കുന്നതിനെ കുറിച്ചാണ്, മുൻകൂട്ടി പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഈശോ ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് ചെയ്തതായി പറയുന്ന കാര്യങ്ങൾ: ഈശോ അപ്പം വർദ്ധിപ്പിച്ചു, അന്ധന് കാഴ്ച കൊടുത്തു, കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് പത്രോസ് ഈശോയെ ദൈവപുത്രനായി അംഗീകരിച്ച് ഏറ്റുപറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ശേഷമാണ് ഈശോ തൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പറയുന്നത്. ഇത് പറയുമ്പോൾ ഇത് കേട്ട് വിഷമിച്ച പത്രോസ് ഈശോയെ മാറ്റി നിർത്തി തടസ്സം പറയുന്നുണ്ട്. നിനക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഈശോയുടെ ഒരു കൃത്യമായ ആറ്റിറ്റ്യൂഡും മനോഭാവവും ഈശോയ്ക്ക് താൻ ആരാണെന്നും എന്തിനു വന്നു എന്നുള്ള ബോധ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി തരുന്ന ഏതാനും സന്ദർഭങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. സുവിശേഷം പറയുന്നത് താൻ സഹിക്കേണ്ടിയിരിക്കുന്നു, മരിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്നുള്ള ഒരു കാര്യമാണ്. പഠിപ്പിക്കാൻ തുടങ്ങി. അത് വെറുതെ കേട്ടു പോകേണ്ട ഒരു കാര്യമല്ല, പഠിക്കേണ്ട, മനസ്സിൽ ആക്കേണ്ട കാര്യമാണ്. നമ്മളും ഈ ദിവസങ്ങളിൽ ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപഗ്രഥിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം വ്യവച്ഛേദിച്ചെടുത്ത് കൃത്യമായ ഹൃദയത്തിൽ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഈശോ അതിനെ യാതൊരു സങ്കോചവും കൂടാതെ തനിക്ക് സഹിക്കാനും പീഡ സഹിക്കാനും കുരിശിൽ മരിക്കാനും ഒക്കെ ഉണ്ടെന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി, അവരുടെ മനസ്സിൽ കയറത്തക്ക രീതിയിൽ. തുറന്നു പറയുന്ന ഒരു കാര്യം, അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. ഈശോ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മളിവിടെ കാണുകയാണ്. മറച്ചു വെച്ച് ആരെയെങ്കിലും പറഞ്ഞു പറ്റിച്ച് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒന്നുമല്ല. ഈശോ ഉള്ള കാര്യം തുറന്ന് പറയുകയാണ്. ശിഷ്യന്മാരിൽ നിന്ന് അല്പം മുമ്പ് തന്നെ ദൈവപുത്രനായി ഏറ്റവും വലിയ കാര്യമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ ആളുകളുടെ മുമ്പിൽ തന്നെയാണ് ഈശോ സ്വയം ചെറുതാക്കിക്കൊണ്ട് പറയുന്നത്, ഞാൻ സഹിക്കാൻ പോവുകയാണ്. അവൻ തുറന്നു പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ പത്രോസ് ബുദ്ധിമുട്ടോടെ ഈശോയ്ക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ സുവിശേഷം പറയുന്നത് എങ്ങനെയാണ്? മറ്റ് ശിഷ്യന്മാർ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ മറ്റ് ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് ഈശോ പത്രോസിനെ ശാസിച്ചു. അവരുടെ മുമ്പിൽ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നല്ലയാളാകാൻ ശ്രമിക്കുന്നില്ല. മറ്റുള്ളവർക്കുള്ള ഒരു ദുർമാതൃക കൂടിയാണ് പത്രോസ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആരാണെന്ന് നോക്കാതെ, ശിഷ്യന്മാരുടെ തലവനാണെന്നോ ഒന്നും ശ്രദ്ധിക്കാതെ ഈശോ പത്രോസിനെ അവിടെ വെച്ച് ശാസിക്കുന്നു. അതുതന്നെ തുടർന്ന് ഈശോ പറയുന്നു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശെടുത്ത് അനുഗമിക്കട്ടെ. സുഖിപ്പിക്കലിൻ്റെയും സന്തോഷിപ്പിക്കലിൻ്റെയും സുവിശേഷമല്ല ഈശോ പറഞ്ഞത്. മുഖം നോക്കാതെ, ജീവിതത്തോട് സത്യസന്ധമായ, ഉത്തരവാദിത്വം മറക്കാത്ത, ദൈവത്തോട് പ്രതിബദ്ധതയുള്ള, പിതാവിനോട് പ്രതിബദ്ധതയുള്ള ജീവിതം നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈശോ കാണിച്ചു തരുന്നു. ആരെയും സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാനും ചെയ്യാനുമല്ല ഈശോ വന്നതും കാണിച്ചു കൊടുത്തതും. കൂടെയുള്ളവർ എന്ത് വിചാരിക്കും, തന്നെക്കുറിച്ച് എന്ത് കരുതുമെന്നും ഈശോ ചിന്തിച്ചിട്ടില്ല. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ ഈശോ പറഞ്ഞു. ജീവിതത്തിൻ്റെ ആ ഒരു ജെനുവിൻനെസ്, സത്യസന്ധത നമുക്കും ഉണ്ടാവണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കാതെ, മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് ചിന്തിക്കാതെ, ദൈവ പിതാവിനെ സന്തോഷിപ്പിക്കത്ത രീതിയിൽ, ദൈവം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന രീതിയിൽ മാത്രം ചിന്തിച്ച്, എൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ച്, എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്കും കടമകൾക്കും അനുസരിച്ച് ജീവിക്കാനുള്ള ഒരാർജവം ഈ നോമ്പ് കാലത്തിൻ്റെ ഇത്രയും ദീർഘിച്ച നാളുകളിലൂടെ, തപശ്ചര്യകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും എന്നിൽ രൂപപ്പെടുത്തണമേ. ആത്മീയ ബലം ആ രീതിയിൽ
രീതിയിൽ സ്വന്തമാക്കി ഈശോയ്ക്ക് പ്രിയപ്പെട്ട രീതിയിൽ വിശുദ്ധ വാരത്തിലേക്ക് ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ അനുഗ്രഹീത ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.